മന്ത്രിയുടെ അനാവശ്യമായ വാശിയാണ്. മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC മന്ത്രി നാളെ ഇപ്പോഴത്തെ ഒരു വെപ്പ് അങ്ങനെയാണോ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സുപ്രീം കോടതി വരെ പോയി ഈ കേസ് ഇത്രയും ലെവലിലാക്കണമെങ്കിൽ ഒരു സാധാരണ ഒരു ബസ് ഉടമ പോയി ആക്കണമെങ്കിൽ അവൻ എത്രമാത്രം എഫേർട്ട് ഉണ്ടെന്ന് നോക്കണം. ഇവിടുത്തെ സ്വകാര്യ ബസ് ഉടമകൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും എത്രമാത്രം കാര്യങ്ങൾ അവർ സഹിച്ചാണ് അവിടെ വരെ ചെന്ന് വന്ന്. ഇതൊന്നും അവർക്ക് വിഷയമല്ല. 140 കിലോമീറ്ററിന്റെ മുകളിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് പെർമിറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവുണ്ട്. അതും പ്രകാരം ഈ പറഞ്ഞ സർക്കാർ വണ്ടികൾ സർക്കാർ ഒരു പെർമിറ്റ് പോലും കൊടുത്തിട്ടില്ല 140 കിലോമീറ്ററിന്റെ മുകളിലുള്ളത്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ കേസിന് പോയി. സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ കേസ് വന്നു. ആ പ്രൊസീജിയർ എല്ലാം തെറ്റായിട്ടാണ് വന്നിരിക്കുന്നതെന്നും ഇത് ചെയ്തതൊന്നും കറക്റ്റ് ആയിട്ടല്ല. അതുകൊണ്ട് ആ സംഭവം നോട്ടിഫിക്കേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. ഹൈക്കോടതി അത് കോഷ് ചെയ്ത് കളഞ്ഞു. അത് കളഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? പെർമിറ്റ് തരണമെന്ന് പറഞ്ഞ് അപേക്ഷ ഇട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അപ്പീൽ പോവാണ്, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാന്ന് പറഞ്ഞു. അപ്പീൽ കഴിഞ്ഞിട്ട് ഇതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പീൽ കഴിഞ്ഞിട്ട് മറുപടി പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ കേസ് നടത്തി. അപ്പീൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഇത് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ചു. കാരണം സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ശരിയാണെന്ന് ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഡിവിഷൻ ബെഞ്ചിന്റെ വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അപേക്ഷ കൊടുത്തപ്പം ഇവരുണ്ടായിരുന്നു ഞങ്ങൾ ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ തന്നെ ഞങ്ങൾ കണ്ടംപ്റ്റ് സിംഗിൾ ബെഞ്ചിൽ ഫയൽ ചെയ്തതും ഞങ്ങളുടെ ഇതിൽ ആ കണ്ടംപ്റ്റിന്റെ അപേക്ഷ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ അവർക്ക് സ്റ്റേ കിട്ടിയില്ല. അതിനിടയ്ക്ക് ഇവർ പറഞ്ഞു ഞങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവാണ്. സുപ്രീം കോടതി അത് മന്ത്രി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. സുപ്രീം കോടതിയിൽ വന്ന് ഇപ്പൊ ഈ ആഴ്ച ഓർഡർ ആവുന്നത്. ഈ ആഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3-4 മാസമായി ഒരു ഓർഡർ ആയില്ല. ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ RTO വടകരയ്ക്കെതിരെ RTO മലപ്പുറവും RTO ഇടുക്കി ഇവരാണ് മെയിനായിട്ട് ഈ പെർമിറ്റുകൾ ഈ ദൂരമുള്ള പെർമിറ്റുകളുള്ള സ്ഥലം. അപ്പൊ അവർ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തപ്പോൾ കോടതി ലക്ഷ്യത്തിന് നടപടി നേരിട്ടാലും ഞങ്ങൾ ഈ പെർമിറ്റ് തരികയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മോളിൽ നിന്നുള്ള നിർദ്ദേശം അങ്ങനെയാണ്. ഈ മോളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആരാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയോ ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷനാണെന്നാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ അതല്ല, മന്ത്രിയുടെ അനാവശ്യമായ വാശിയാണ്. കാരണം അതിനകത്ത് മന്ത്രിയുടെ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന വാശിയല്ല. അത് മന്ത്രിക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC മന്ത്രി നാളെ ഇപ്പോഴത്തെ ഒരു വെപ്പ് അങ്ങനെയാണോ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഞങ്ങൾ ഈ കണ്ടംപ്റ്റ് നീങ്ങിയപ്പം അവര് ഹൈക്കോടതി കൃത്യമായിട്ട് ഈ RTOമാർക്ക് കൃത്യമായി അവരോട് മറുപടി ചോദിച്ചു. എന്തുകൊണ്ടെന്ന് അവർ ധാർഷ്ട്യമാണ്, ഞങ്ങൾ ചെയ്യില്ല. സാധാരണക്കാർ സുപ്രീം കോടതി വരെ പോയി ഈ കേസ് ഇത്രയും ലെവലിലാക്കണമെങ്കിൽ ഒരു സാധാരണ ഒരു ബസ് ഉടമ പോയി ആക്കണമെങ്കിൽ അവൻ എത്രമാത്രം എഫേർട്ട് ഉണ്ടെന്ന് നോക്കണം. ഇവിടുത്തെ സ്വകാര്യ ബസ് ഉടമകൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും എത്രമാത്രം കാര്യങ്ങൾ അവർ സഹിച്ചാണ് അവിടെ വരെ ചെന്ന് വന്ന്. ഇതൊന്നും അവർക്ക് വിഷയമല്ല.